കഥയെ ആരംഭിക്കുന്നത് നെൽ ബെഡ്വർത്ത് എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നോവലുകളൊക്കെ വായിക്കാൻ ഏറെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി അന്നൊരു ദിവസം വൈകുന്നേരം രാത്രിയോടടുപ്പിച്ച് അവൾ തന്റെ ഫേവറേറ്റ് ബുക്കായ റോമിയോ ജൂലിയറ്റ് വായിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് അയൽവക്കത്തെ പയ്യൻ വലിയ ശബ്ദത്തിൽ പാട്ടുവെച്ചത്. വുഡി ഡീൻ എന്നായിരുന്നു ആ പയ്യന്റെ പേര്. അവൾ അവനോട് ആ വോളിയം ഒന്ന് കുറച്ചു വെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവനത് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇരുവരും സ്കൂളിൽ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം, രണ്ടുപേരും തമ്മിൽ ഒരു ബോണ്ടിങ്ങുമില്ല. കീരിയും പാമ്പും പോലെയാണ്. അവരിരുവരുടെയും ജീവിത രീതികളിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. നെല്ലൊരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്. അതേസമയം വൂഡിയാകട്ടെ ഒരു സാധാരണ കുടുംബത്തിലെയും. നെല്ല് വളരെയധികം ഡിസിപ്ലിൻഡ് ആണെങ്കിൽ വൂഡിയാകട്ടെ വളരെ റിലാക്സ്ഡ് ആയി ജീവിക്കുന്ന വ്യക്തിയും. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് നെല്ലിന്റെ അച്ഛൻ യേൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ടെസ്റ്റിലേക്കുള്ള ഇൻവിറ്റേഷൻ ലെറ്ററുമായി തീന്മേശയിലേക്ക് എത്തി. അത് കണ്ടതും നെല്ലിന് അത്രയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ട്. കുട്ടിക്കാലം മുതലേ യേൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നത് നെല്ലിന്റെ ഒരു സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി അവൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. മറുവശത്ത് വൂഡിയുടെ ഫാമിലിയിൽ ഇതേപോലെ സംസാരം അരങ്ങേറുന്നുണ്ട്. വൂഡിക്ക് പ്രസ്റ്റീജിയസ് ആയ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷന് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സ്പോർട്സിൽ മികച്ച കഴിവുകൾ തെളിയിച്ചതുകൊണ്ടാണ് വൂഡിക്ക് അത് ലഭിച്ചത്. അതിന്റെ പേരിൽ അവന്റെ അച്ഛൻ അവനെ അപ്രിഷ്യേറ്റ് ചെയ്തു. സാധാരണ കുടുംബത്തിലെ അംഗമായ വൂഡിക്ക് അത്ര വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ അല്ലാതെ പഠിക്കണമെങ്കിൽ വലിയ തുക പണം തന്നെ വേണം. കുടുംബത്തിന് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. വൂഡി അത് നേടിയെടുത്തപ്പോ അവർക്ക് അത്രമേൽ സന്തോഷം തോന്നുകയും ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇരുവരും സ്കൂളിലേക്ക് ഇറങ്ങി. നെല്ല് നടന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറാനായിട്ടായിരുന്നു പോയത്. വൂഡി ആകട്ടെ തന്റെ കാറിൽ കൂട്ടുകാരൻ ഹോഴ്സിനൊപ്പം കയറി. കാറെടുത്ത് വൂഡി പോകുമ്പോ നെല്ല് നടന്നു പോകുന്നത് കണ്ടു. വൂഡി ഒട്ടും മടിച്ചില്ല. കെട്ടിക്കിടന്ന വെള്ളത്തിലൂടെ കാറ് വായിച്ചു. വെള്ളം നെല്ലിന്റെ ദേഹത്തേക്കും പതിച്ചു. നെല്ലാകെ നനഞ്ഞു കുളിച്ചു പോയിരുന്നു. നെല്ലിന് ആകെ ഒരു വല്ലായ്മ തോന്നി. അന്നവൾ സ്കൂളിലേക്കെത്തുമ്പോ മുടിയൊക്കെ ആകെ അലങ്കോലമായി ഒരുതരം അവസ്ഥയിലായിരുന്നു നെല്ലുണ്ടായിരുന്നത്. നെല്ലിന്റെ ആ കോലം കണ്ട് കുട്ടികളൊക്കെ അവളെ കളിയാക്കുക പോലും ചെയ്തു. പക്ഷേ ഈ ബുള്ളിയിങ് ഒന്നും അവൾക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല. പണ്ട് തൊട്ടേ അനുഭവിക്കുന്നതായതുകൊണ്ട് അവൾ അതൊക്കെ വിട്ടുകളഞ്ഞ് നേരെ തന്റെ ലോക്കറിനടുത്തെത്തി. ലോക്കറിനടുത്ത് നിൽക്കുമ്പോ വൂഡിയും വൂഡിയുടെ ഗേൾഫ്രണ്ട് ബ്രിയാനയും ഒന്നിച്ചു നിൽക്കുന്നത് നെല്ല് കാണുന്നുണ്ട്. സ്കൂളിലെ പോപ്പുലർ ഗേളും ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുമാണ് ബ്രിയാന. സ്കൂൾ ചീർലീഡേഴ്സ് സ്ക്വാഡിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു അവൾ. അന്ന് സംസാരിക്കുമ്പോ വൂഡി അവന്റെ ഈ സ്വഭാവമൊക്കെ മാറ്റിയില്ലെങ്കിൽ അതവന്റെ ഭാവിക്കത്ര നല്ലതായിരിക്കില്ല എന്ന് നെല്ല് പറഞ്ഞു. പക്ഷെ വൂഡി അതൊന്നും മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. അന്ന് സ്കൂള് മ്യൂസിയത്തിലേക്ക് ഒരു സ്റ്റഡി ടൂർ അറേഞ്ച് ചെയ്തിരുന്നു. കുട്ടികളൊക്കെ നേരെ മ്യൂസിയത്തിൽ പോയി. മ്യൂസിയത്തിലെത്തിയതും അധ്യാപകൻ ഓരോരുത്തരെയും ഒരു പെയറാക്കി വിടാൻ തീരുമാനിച്ചിരുന്നു. യാദർച്ഛികമെന്ന് പറയട്ടെ, പെയറായി മാറിയത് നെല്ലും വൂഡിയുമായിരുന്നു. ഇരുവർക്കും വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും അധ്യാപകന്റെ തീരുമാനമാണല്ലോ, ചോദ്യം ചെയ്യാനും സാധിച്ചില്ല. എന്തിനേറെ പറയുന്നു, മ്യൂസിയം ചുറ്റിക്കാണാൻ പോയിട്ട് ഇരുവരും തമ്മിൽ വെറുതെ വാക്കുതർക്കത്തിലേർപ്പെടുകയായിരുന്നു. മ്യൂസിയത്തിൽ ചുറ്റി നടന്നിരുന്നവർ അവരത്തരത്തിൽ ഒരു പുരാതന ദൈവപ്രതിമയുടെ മുമ്പിൽ വെച്ചും വലിയ തോതിൽ കുറ്റപ്പെടുത്തി വാക്കുതർക്കത്തിലേർപ്പെട്ടു. പെട്ടെന്ന് വിചിത്രമായ ഒരുതരം പുക ആ സ്റ്റാച്ചുവിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി. അതവരെ പൊതിഞ്ഞിരുന്നു. അന്ന് രാത്രിയിൽ വൂഡിയും നെല്ലും ഉറങ്ങുമ്പോ അവരുടെ ശരീരത്തിലേക്ക് ആ ദൈവപ്രതിമയിൽ നിന്ന് പ്രവേശിച്ചിരുന്ന ആ സ്മോക്കുണ്ടല്ലോ, അതതുപോലെ പുറത്തു വന്നു. എന്തെല്ലാമോ അത്ഭുതങ്ങൾ സംഭവിച്ചു. പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റപ്പോ നെല്ലും വൂഡിയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. സംഭവം എന്തെന്നാൽ ഇരുവരുടെയും ആത്മാവ് പരസ്പരം രണ്ടാളുടെയും ബോഡികളിലേക്ക് മാറിയിരിക്കുന്നു. അതായത് നെല്ലിന്റെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ളത് വൂഡിയുടെ ആത്മാവാണ്. വൂഡിയുടെ ശരീരത്തിൽ നെല്ലിന്റെ ആത്മാവും. നെല്ലുടനടി വൂഡിയെ വിളിച്ചുണർത്തി എന്താ സംഭവിച്ചതെന്ന തരത്തിൽ വൂഡിയോട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നാലെ ഇരുവരും സ്കൂളിൽ വെച്ച് മീറ്റ് ചെയ്തു. നെല്ലെന്തോ കൂടോത്രമൊക്കെ ചെയ്ത തന്നെ ഇങ്ങനാക്കിയത് എന്ന് വൂഡി നെല്ലിനെതിരെ ആക്ഷേപം ഉന്നയിച്ചു. വൂഡിയിൽ നിന്നും അത്തരം ആക്ഷേപമൊക്കെ കേട്ടതും പാവം നെല്ലിനുണ്ടോ സഹിക്കുന്നു. അവളങ്ങ് കരയാൻ തുടങ്ങി. നെല്ലങ്ങനെ തന്റെ ശരീരത്തിൽ നിന്ന് കരയുന്നത് മറ്റുള്ളവർ കണ്ടാൽ തന്റെ വില മുഴുവൻ കോളേജിൽ അതോടെ പോവുമല്ലോ എന്ന് ചിന്തിച്ച വൂഡി ഉടനടി നെല്ലിനോട് സോറിയൊക്കെ പറഞ്ഞ് നെല്ലിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ നമുക്ക് രണ്ടാൾക്കും വല്ല ശാപവും ഏറ്റതാവും, ഒരു ദിവസം കൊണ്ട് ഇത് മാറുമായിരിക്കും എന്നൊക്കെ നെല്ലിനെ ആശ്വസിപ്പിക്കാൻ വൂഡി പറയുന്നുമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ തുടർന്ന് ഇരുവരുടെയും ജീവിതത്തിൽ പ്രശ്നമില്ലാതിരിക്കാൻ അവരൊരു ഡീലിലെത്തി. വൂഡിയെപ്പോലെ ഏവരുടെയും മുമ്പിൽ നെല്ല് അഭിനയിക്കും, നെല്ലിനെ പോലെ വൂഡിയും. പക്ഷെ അതത്ര എളുപ്പമല്ലല്ലോ. ക്ലാസ്സിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചപ്പോ നെല്ലിന്റെ ശരീരത്തിലുണ്ടായിരുന്ന വൂഡി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അതൊരു കോമഡിയാക്കി മാറ്റി. നെല്ലിന്റെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. വൂഡിയുടെ ശരീരത്തിലായിരുന്ന നെല്ല് കളിക്കാനിറങ്ങിയപ്പോ അവൾക്ക് കൃത്യമായി കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, ടീമിന്റെ ഫോർമേഷനെ അടക്കം ബാധിക്കുന്ന തരത്തിലായിരുന്നു നെല്ലെന്ന് പെരുമാറിയത്. അതിന്റെ പേരിൽ കോച്ച് എന്ന വൂഡിയുടെ ശരീരത്തിലുള്ള നെല്ലിനെടുക്കൽ വലിയ തോതിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. വൂഡി കളിച്ച രീതി വളരെ മോശമാണെന്നും ഇങ്ങനെ തുടർന്നാൽ ഈ ഫോമിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ നിന്റെ സ്കോളർഷിപ്പ് അടക്കം കട്ട് ചെയ്യപ്പെടും
എന്നൊക്കെ കോച്ച് വാൺ ചെയ്തു. അതൊക്കെ കേട്ട് കാര്യം നെല്ല് വരെ കുറച്ച് അസ്വസ്ഥയാകുന്നുണ്ട്. പിറ്റേന്ന് പുലർച്ചെ ഇരുവരും ഉണർന്നു. തങ്ങളുടെ ആത്മാക്കൾ പഴയ പോലെ തങ്ങളുടെ ശരീരത്തിൽ എത്തിയിരിക്കും എന്നവർ പ്രതീക്ഷിച്ചെങ്കിലും അത് സംഭവിച്ചിരുന്നില്ല. പിറ്റേന്ന് സ്കൂളിൽ വെച്ച് നെല്ലും വൂഡിയും വീണ്ടും കണ്ടുമുട്ടി. വലിയ സ്റ്റൈലിഷ് ഒന്നുമല്ലാതെ പാവം പിടിച്ച പയ്യന്മാരെ പോലെ തന്റെ ശരീരത്തിൽ നെല്ല് വേഷം കെട്ടി വന്നത് കണ്ട് വൂഡിക്ക് സഹിക്കുന്നില്ല. വൂഡി നെല്ലിനെ അതിന്റെ പേരിൽ ചോദ്യം ചെയ്തു. ഇതുപോലെ വസ്ത്രം കംഫർട്ടബിൾ ആണെന്നും വൂഡി ധരിക്കുന്ന പോലെ ജീൻസ് ഒക്കെ ധരിക്കുമ്പോൾ വലിയ പാടാണെന്നുമായിരുന്നു വൂഡിയുടെ ശരീരത്തിലുള്ള നെല്ലിന്റെ മറുപടി. തന്നെ ഇങ്ങനെ എവരുടെയും മുമ്പിൽ ഇങ്ങനെ വസ്ത്രമൊക്കെ ധരിച്ച് നെല്ല് കൊച്ചാക്കുകയല്ലേ, നിന്നെയും അതേ നാണയത്തിൽ തിരിച്ചടിച്ച് ഞാൻ കാണിച്ചു തരാടി എന്ന് വാശിയിൽ പറഞ്ഞ് വൂഡി അവിടെ നിന്ന് പോന്നു. പിറ്റേന്ന് വളരെയധികം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ധരിച്ചായിരുന്നു വൂഡി സ്കൂളിലേക്ക് എത്തിയത്. അതുവരേക്കും നെല്ലൊരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത ഒന്നായിരുന്നു അത്. എന്തിനേറെ പറയുന്നു, അന്ന് കഫറ്റീരിയയിൽ വെച്ച് നെല്ലിനെ നാണം കെടുത്താൻ വൂഡി വളരെ മോശം രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു സീൻ തന്നെ ഉണ്ടാക്കി. ഇതൊക്കെ കണ്ടാൽ നെല്ലിന് ദേഷ്യം വരാതിരിക്കുമോ? നെല്ലും അതേ നാണയത്തിൽ വൂഡിക്കും പണി കൊടുക്കാൻ തുടങ്ങി. ഒരു നാടകത്തിൽ ആടിന്റെ വേഷം കോസ്പ്ലേ ചെയ്ത് അവൾ വൂഡിയെ മോശം രീതിയിൽ ചിത്രീകരിച്ചു. അവിടം കൊണ്ടും തീർന്നില്ല. അന്ന് ക്ലാസ് കഴിഞ്ഞപ്പോ നെൽ മനഃപൂർവ്വം ബ്രിയാനയെ വൂഡിക്ക് മുമ്പിൽ വെച്ച് തന്നെ തേച്ചു വിട്ടു. ബ്രിയാന ദേഷ്യപ്പെട്ട് പോയി കഴിഞ്ഞതും വൂഡി വന്ന് നെല്ലിനോട് ഒച്ചയുണ്ടാക്കി. പക്ഷെ നെല്ല് ചെവി കൊടുക്കുന്നേ വൂഡി അപ്പോഴാണ് അവിടെ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നു എന്ന പേരൊക്കെയുള്ള ഒരു പയ്യനെ കാണുന്നത്. ഇതിന് മറുപടി കൊടുക്കാൻ വൂഡി തീരുമാനിച്ചു. അവന്റെ കൂടെ താൻ ഡേറ്റിന് പോകുന്നു എന്ന് പറഞ്ഞ് നെല്ലിന്റെ ശരീരത്തിലുണ്ടായിരുന്ന വൂഡി അവനൊപ്പം അവന്റെ ബൈക്കിൽ കയറിപ്പോയി. അത് കണ്ടതും നെല്ല് വല്ലാതെ പാനിക്കാകുന്നുണ്ട്. കാര്യമെന്തെന്നാൽ അന്നുവരേക്കും അവൾ മറ്റൊരു ഡേറ്റിന് പോലും പോയിട്ടുണ്ടായിരുന്നില്ല. നോവൽസിലൊക്കെയുള്ള പോലെ തന്റെ റോമിയോ വന്ന് തന്നെ പ്രപ്പോസ് ചെയ്യും എന്നൊക്കെ അവൾ സ്വപ്നം കണ്ടിരുന്നു. അടുത്ത ദിവസം നെല്ല് കുറ്റവാളി കൂടിയായ പയ്യനൊപ്പം ഡേറ്റിന് പോയ കാര്യം സ്കൂൾ മുഴുവൻ പരന്നിരുന്നു. അവർ പറയുന്ന ഓരോ കഥ കേട്ടതും നെല്ല് വല്ലാതെ ഷോക്കഡായി. ലോക്കറിനടുത്തേക്ക് ചെന്നപ്പോ അവളുടെ ലോക്കറിൽ മുഴുവൻ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടതും അവൾ വല്ലാതെ തകർന്നു പോകുന്നുണ്ട്. പിന്നാലെ വൂഡി അങ്ങോട്ടേക്ക് വന്നു. തലേ ദിവസത്തെ ഡേറ്റിനെ പറ്റിയൊക്കെ കഥയടിച്ച് നെല്ലിനെ വിഷമിപ്പിക്കണം എന്നാദ്യമേ വൂഡിക്കുണ്ടായിരുന്നു. പക്ഷെ നെല്ലങ്ങനെ കരയുന്ന കണ്ടതും വൂഡിക്ക് കുറ്റബോധം തോന്നി. തലേന്ന് നടന്ന യഥാർത്ഥ കാര്യങ്ങൾ വൂഡി വിശദീകരിച്ചു. ഞാൻ ഇന്നലെ ആ പയ്യനൊപ്പം ഡേറ്റിനൊന്നും പോയിട്ടില്ല. പൊതുവെ അത്തരത്തിലുള്ള പയ്യന്മാരുമായിട്ട് ഞാൻ വലിയ കമ്പനിയൊന്നുമില്ല. പക്ഷേ ആ പ്രശ്നക്കാരൻ പയ്യൻ നിലവിൽ തെറ്റായ കാര്യങ്ങൾ കോളേജ് മുഴുവൻ പറഞ്ഞു പരത്തിയിരിക്കുകയാണ് എന്ന് വൂഡി മനസ്സിലാക്കി. നേരെ പോയി വൂഡി അവനെ മീറ്റ് ചെയ്തു. അവനോട് സത്യങ്ങൾ എവരോടും പറയാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആ പയ്യൻ അതിന് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. പിന്നാലെയാണ് നെല്ല് അങ്ങോട്ടേക്ക് വന്നത്. നെല്ല് ആ പയ്യനെ കടന്നാക്രമിച്ചു. ആ സംഭവത്തിന് ശേഷം നെല്ലും വൂഡിയും തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തുകയായിരുന്നു. ചെയ്തുപോയ തെറ്റുകൾക്ക് അവർ പരസ്പരം സോറി പറഞ്ഞു. അവിടെ ഇരുന്നവർ സംസാരിക്കുമ്പോഴാണ് നെല്ലൊരു കാര്യം ആലോചിച്ചത്. അന്നവർ ഒരു പുരാതന ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് ഇതുപോലെ വഴക്കടിച്ചിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കുമോ തങ്ങൾക്കിങ്ങനെ സംഭവിച്ചതെന്ന്. അതോടെ അവരിരുവരും ഉടനടി ആ മ്യൂസിയത്തിൽ പോയി ആ പുരാതന ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് മാപ്പപേക്ഷിക്കുകയും തങ്ങളെ പഴയ രീതിയിലാക്കുവാൻ അപേക്ഷിക്കുകയും ഒക്കെ ചെയ്തു. വൂഡി നെല്ലിനെ ചേർത്തു പിടിച്ച് തങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പുരാതന ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തിനെ വിശ്വസിപ്പിക്കാൻ എന്നവണ്ണം പറയുന്നുമുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആ ശ്രമം ഫലം കണ്ടില്ല. ഒന്നും തന്നെ സംഭവിച്ചില്ല. അവിടെ നിന്ന് പോരുമ്പോ അവരിരുവരും ഒരു റെസ്റ്റോറന്റിൽ കയറി. വൈകാതെ തന്റെ ഒരു ഗെയിം വരുന്നുണ്ട്, അതും ഒരാഴ്ചയിൽ. തനിക്കത് വലിയ ഇമ്പോർട്ടന്റ് ഗെയിമാണ് എന്ന് വൂഡി നെല്ലിനോട് പറഞ്ഞു. ആ ഗെയിം തകർന്നാൽ അവന്റെ സ്കോളർഷിപ്പ് മോഹങ്ങളും എല്ലാം ഇല്ലാതാവുമായിരുന്നു. വൂഡി തന്റെ കഷ്ടപ്പാടുകളും താനതിൽ വിജയിച്ചില്ലെങ്കിൽ തന്റെ ഫാമിലിയെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുമൊക്കെ അവൻ വിശദീകരിച്ചപ്പോ നെല്ലിന് കരച്ചിൽ വരെ വരുന്നുണ്ട്. നെല്ലും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതേ ദിവസമായിരുന്നു യേൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അവളുടെ എൻട്രൻസ് ടെസ്റ്റും നടക്കുന്നത്. അവളുടെ സ്വപ്നമാണത്. അതിനു മുമ്പ് ശരീരങ്ങൾ പരസ്പരം മാറ്റിക്കിട്ടിയില്ലെങ്കിൽ എന്റെ ആ സ്വപ്നവും പൊലിയും എന്നും നെല്ല് വേദനിക്കുന്നുണ്ട്. കുറച്ചുനേരം എന്ത് ചെയ്യുമെന്നറിയാതിരുന്ന അവർ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തി. ഇതിനിപ്പോ ഒരു സൊല്യൂഷനേ ഉള്ളൂ. രണ്ടുപേർക്കും രണ്ടുപേരുടെയും ഡ്രീം അച്ചീവ് ചെയ്തിരിക്കണം. അതിനുവേണ്ടി പരസ്പരം ഇരുവരും രണ്ടുപേരെയും സഹായിക്കണം. പിന്നാലെ അവർ അതിനുള്ള ശ്രമം ആരംഭിച്ചു. വൂഡിക്ക് വേണ്ടി നെല്ല് അവന്റെ ഗെയിമിംഗ് പ്രാക്ടീസ് ചെയ്തു. മറുവശത്ത് വൂഡിയാകട്ടെ നെല്ലിനു വേണ്ടി എൻട്രൻസ് ടെസ്റ്റിനു വേണ്ടി കഠിനമായി പഠിക്കാൻ ആരംഭിച്ചു. ഓരോ ദിവസവും കഴിയുന്തോറും അവർ അവരുടെ പ്രാക്ടീസ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൂഡിയുടെ ശരീരത്തിലുണ്ടായിരുന്ന നെല്ല് വൂഡിയുടെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛൻ നെല്ലിനോടായി സംസാരിച്ചു. തന്റെ മകനെന്ന് കരുതിയാണ് പറയുന്നത്. നീയും ആ നെല്ലും ഇപ്പൊ നല്ല കൂട്ടായല്ലോ. നെല്ല് കാര്യം വളരെ നല്ല പെൺകുട്ടിയാണ്. പക്ഷേ നിന്റെ അമ്മയ്ക്ക് അവളെ അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവളിൽ നിന്നൊരു അകലം പാലിച്ചു നിന്നു. പിന്നെ നെല്ലിന്റെ അമ്മ നിങ്ങൾ പരസ്പരം കാണുന്നത് വിലക്കിയാലോ
പറഞ്ഞാലും അവരുടെ ഡിസിഷനെ നീ റെസ്പെക്ട് ചെയ്യണം. അത് കേട്ട് നെല്ല് മിണ്ടാതിരുന്നതേയുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബ്രിയാനയുടെ ഒരു ഫ്രണ്ട് ഇരുന്ന് കരയുന്നത് സ്കൂളിലേക്ക് എത്തിയ വൂഡി കണ്ടു. അവളുടെ അടുത്ത് ചെന്നിരുന്ന് വൂഡി സംസാരിച്ചു. താൻ ബോയ് ഫ്രണ്ടുമായി ബ്രേക്കപ്പായി, അതാ കരയുന്നത് എന്നായിരുന്നു അവൾ മറുപടി പറഞ്ഞത്. അവളുടെ ബോയ് ഫ്രണ്ടും അമേരിക്കൻ ഫുട്ബോൾ ടീമിലെ ഒരു മെമ്പർ ആയിരുന്നു. അന്ന് രാത്രി ബ്രിയാനയും അവളും ഒന്നിച്ച് പുറത്തു പോവാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ബ്രിയാന തന്റെ ബോയ് ഫ്രണ്ട് തന്നെ തേച്ചു എന്നറിഞ്ഞാൽ തന്നെ ഗ്യാങ്ങിൽ നിന്ന് ചവിട്ടി പുറത്താക്കും എന്ന് പറഞ്ഞ് അവളിരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുവാണ്. വൂഡി അതൊരു അവസരമായി കണ്ടു. ആ കൂട്ടുകാരിയോട് ഒരു പണി ചെയ്യ്, എന്നെയും ഇന്ന് നിങ്ങളുടെ കൂടെ ഔട്ടിങ്ങിന് കൊണ്ടുപോ, നിന്നെ ബ്രിയാന പുറത്താക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന തരത്തിൽ അവളോട് സംസാരിച്ചു. ബ്രിയാനയുടെ കൂട്ടുകാരിയായ പെൺകുട്ടിക്കും അത് ആശ്വാസമായിരുന്നു. അങ്ങനെ നെല്ലിന്റെ ശരീരത്തിലുള്ള വൂഡി അവൾക്കൊപ്പം ബ്രിയാനയുടെ മുറിയിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയതും ഫ്രണ്ടിനടുക്കൽ ബ്രിയാന ചോദിച്ചു, നീ എന്തിനാ ഇവളെയൊക്കെ നമ്മുടെ ഗ്യാങ്ങിലേക്ക് കൊണ്ടുവന്നേ? പക്ഷെ വൂഡിയെ സംസാരിക്കാനാരും പഠിപ്പിക്കണ്ടല്ലോ. വൂഡി കുറച്ച് സംസാരിച്ചതും ബ്രിയാന വലയിലായി. അവരുടെ ഗ്യാങ്ങിലേക്ക് അവളെയും ഉൾപ്പെടുത്തി. അവരൊന്നിച്ച് ഗോസിപ്പൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ആ സമയം വൂഡി വെറുതെ ബ്രിയാനയ്ക്കടുത്ത് നിനക്കിപ്പോഴും വൂഡിയെ ഇഷ്ടമാണോ എന്ന മട്ടിൽ ചോദിച്ചു. ബ്രിയാന പക്ഷേ ഒരു വലിയ ഭാവമാറ്റവുമില്ലാതെ പറഞ്ഞു, തുടക്കം മുതലേ ആ വൂഡി എനിക്ക് ഇഷ്ടമേ ആയിരുന്നില്ല. അവൻ ടീം ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാ അവനെ ഞാൻ പ്രണയിച്ചത്. അതിന്റെ പത്രാസൊന്ന് വേറെ തന്നെയാണല്ലോ. ബ്രിയാനയുടെ ആ മറുപടി വൂഡിയെ കുറച്ച് ഡിസപ്പോയിന്റഡ് ആക്കിയിരുന്നു. ഇതേസമയം മറുവശത്ത് വൂഡിയുടെ കൂട്ടുകാരൻ ഹോഴ്സ് ആകട്ടെ ഒരു പാർട്ടിക്കായി വൂഡിയുടെ ശരീരത്തിലുള്ള നെല്ലിനെ ക്ഷണിച്ചു. നെല്ലും അവനൊപ്പം പോയി. അവിടെ വെച്ച് നെല്ലെന്ന് ഒരുപാട് മദ്യപിച്ചിരുന്നു. അടുത്ത ദിവസമാണ് വൂഡി ആ വിവരം അറിഞ്ഞത്. തലേദിവസം ഒരുപാട് മദ്യപിച്ചതുകൊണ്ട് നെല്ലിന് സുഖമില്ലെന്ന്. ഒരു തരത്തിൽ വൂഡിയുടെ വീട്ടിലേക്ക് നെല്ല് കടന്ന് അവന്റെ റൂമിലെത്തി. നെല്ലിന്റെ അവസ്ഥ കണ്ടതും വൂഡിക്ക് ചെറിയ സങ്കടം തോന്നി. തന്റെ ക്യാരക്ടറൊക്കെ സംരക്ഷിക്കാനാണല്ലോ അവളെ കഷ്ടപ്പെട്ടതൊക്കെ. എന്തുകൊണ്ടും അവളെ ഇനി അങ്ങോട്ടേക്ക് പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ വൂഡി തീരുമാനിക്കുന്നുണ്ട്. വൈകാതെ നെല്ലൽപ്പം മെച്ചപ്പെട്ടു. വൂഡിയെ കാണുവാൻ നെല്ല് വൂഡിയുടെ മുറിയിലെത്തി. പ്രധാനമായും അടുത്ത ദിവസമാണ് ഇന്റർവ്യൂ ഉള്ളത്. അതിനുവേണ്ടി വൂഡിക്ക് നല്ലൊരു വസ്ത്രം തിരഞ്ഞെടുത്ത് കൊടുക്കണമായിരുന്നു. സംസാരിച്ചിരിക്കെ വൂഡി നെല്ലിനോട് ചോദിച്ചു, നാളെ കഴിഞ്ഞ് സ്കൂൾ പ്രോംനൈറ്റ് വരുമല്ലോ, അന്ന് നമുക്ക് ഒന്നിച്ചു പോയാലോ? രണ്ടുപേരും ഇപ്പോ അടുപ്പത്തിലായതുകൊണ്ടും വൂഡി തന്റെ സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി എന്നും നെല്ലിന് തോന്നിയതുകൊണ്ടും നെല്ലതിന് സമ്മതിക്കുന്നുമുണ്ട്. അടുത്ത ദിവസം പുലർച്ചെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കെ നെല്ലിന്റെ അമ്മ അവളോട് ചോദിച്ചു, കഴിഞ്ഞ കുറച്ച് നാളായി നീ ആ വൂഡിയുമായി വലിയ അടുപ്പത്തിലാണല്ലോ. മുമ്പ് നീ അവൻ വളരെ സ്റ്റുപ്പിഡാണ്, ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ? നെല്ലിന്റെ അമ്മ അത് പറഞ്ഞു കേട്ടതും നെല്ലിന്റെ ശരീരത്തിലുണ്ടായിരുന്ന വൂഡി വലിയ തോതിൽ അസ്വസ്ഥനാകുന്നുണ്ട്. നെല്ല് പണ്ട് തന്റെ അച്ഛനും അമ്മയോടും വൂഡിയെപ്പറ്റി കുറെ കുറ്റങ്ങൾ പറഞ്ഞിരുന്നു എന്നെന്ന് വൂഡി മനസ്സിലാക്കി. പക്ഷേ വൂഡി ഒരിക്കൽ പോലും നെല്ലിനെപ്പറ്റി ഒരു മോശം കാര്യം പോലും തന്റെ ഫാമിലിയോട് പറഞ്ഞിരുന്നില്ല. അന്ന് രാത്രിയിൽ വൂഡിയെ മീറ്റ് ചെയ്യാൻ നെല്ല് അവളുടെ വീട്ടിലേക്ക് ചെന്നു. പക്ഷെ അവളുടെ അച്ഛനായിരുന്നു വാതിൽ തുറന്നത്. എന്റെ മോൾ ഇതുവരെ വന്നിട്ടില്ല എന്നയാൾ മറുപടി പറയുകയും ചെയ്തു. അത് കേട്ടതും കുറച്ച് വറീഡായ നെല്ല് നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ നെല്ല് കണ്ടത് വൂഡി തനിയെ നിന്ന് ഗെയിം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. നെല്ല് വൂഡിയോട് വാ ഒന്നിച്ച് വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞു. പക്ഷെ വൂഡി നെല്ലിന്റെ അമ്മ ഇന്ന് രാവിലെ തന്നെപ്പറ്റി പറഞ്ഞത് പറഞ്ഞ് നെല്ലിനോട് ദേഷ്യപ്പെട്ടു. നെല്ല് തനിക്ക് എത്രമേൽ മോശപ്പെട്ടവളായി തോന്നിയിരുന്നെങ്കിലും ഒരിക്കൽ പോലും അവളെപ്പറ്റി താൻ തന്റെ ഫാമിലിയോട് ഒരു വാക്ക് പോലും മോശമായി സംസാരിച്ചിട്ടില്ല എന്നും വൂഡി കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. നെല്ല് വൂഡിയോട് ക്ഷമ ചോദിച്ചെങ്കിലും നെല്ലിന്റെ ആ പ്രവൃത്തി അക്സെപ്റ്റ് ചെയ്യാനേ വൂഡിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. നെല്ലിനെ അവിടെ തനിച്ചാക്കി വൂഡി അവിടെ നിന്ന് നടന്നു പോവുക വരെ ചെയ്തു. അടുത്ത ദിവസം നെല്ലിന്റെ പ്രവൃത്തിയിൽ വൂഡി കുറെ ഡിസപ്പോയിന്റഡ് ആണെങ്കിൽ പോലും ഇരുവരുടെയും സ്വപ്നങ്ങൾക്ക് വേണ്ടി പോകുവാൻ അവർ പരസ്പരം തീരുമാനിച്ചിരുന്നു. നെല്ല് വൂഡിക്ക് വേണ്ടി ഗെയിം കളിക്കാൻ ഇറങ്ങി. വൂഡിയാകട്ടെ നെല്ലിനു വേണ്ടി യേൽ യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂവിനും പോയി. പക്ഷേ ഇന്റർവ്യൂ അത്ര എളുപ്പമായിരുന്നില്ല. നെർവസ് ആയിരുന്ന വൂഡിക്ക് കൃത്യമായി മറുപടി കൊടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ ഇത് തന്റെ ആവശ്യമല്ല, നെല്ലിന്റെ ഭാവിയാണ് എന്ന് കണ്ടതും വൂഡി ആക്റ്റീവായി ഓരോ ചോദ്യങ്ങളോടും പ്രതികരിച്ചു. നല്ല രീതിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ശേഷം തന്റെ സ്ഥാനത്ത് നെല്ലെങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് എന്നറിയുവാൻ കളി കാണുവാൻ വൂഡി അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നു. ആദ്യമൊക്കെ കളി മോശമായിരുന്നു. ടീം പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വൂഡി കാണികൾക്കിടയിലിരുന്ന് തനിക്ക് വേണ്ടി തന്നെ നെല്ലിനു വേണ്ടി തന്നെ ചീറു ചെയ്തു. ആവേശം കളിക്കാരിലേക്കും പകർന്നിരുന്നു. പിന്നെ നടന്ന കളിയിൽ നല്ല രീതിയിൽ ടീം പ്ലേയേഴ്സ് കളിക്കുകയും ഏറ്റവും ഒടുവിൽ നെല്ലിനെ സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. വൂഡിയെപ്പോലെ മുഴുവനായി അടിപൊളിയായി കളിക്കാൻ നെല്ലിന് സാധിച്ചില്ലെങ്കിലും വൂഡിയുടെ രൂപത്തിലുണ്ടായിരുന്ന നെല്ലിന്റെ ആ പെർഫോമൻസ് ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. കോച്ച് വരെ നെല്ലിനെ അപ്രിഷ്യേറ്റ് ചെയ്തു. വൂഡിക്ക് സ്കോളർഷിപ്പ് കിട്ടും എന്ന കാര്യവും വ്യക്തമായിരുന്നു. അന്ന് ഹോൾവേയിൽ നിന്ന് ലോക്കർ റൂമിലേക്ക് പോകുമ്പോൾ വൂഡി ഓടി നെല്ലിനെ കാണാനെത്തി. സന്തോഷം പങ്കുവെച്ചു. പിന്നാലെ കുറച്ച് ആശങ്കയോടെ ഇന്റർവ്യൂ എന്തായി എന്ന് നെൽ വൂഡിയോട് തിരക്കി. ചെറുപുഞ്ചിരിയോടെ നീ തീർച്ചയായും എക്സാം പാസ്സാവും എന്നായിരുന്നു വൂഡിയുടെ മറുപടി. അവരിരുവരും സന്തോഷത്തോടെ സംസാരിച്ച്
വെച്ച് പരസ്പരം ദേഷ്യത്തിലും ഇരുവർക്കും വേണ്ടി സഹായിച്ചു നിൽക്കുന്ന ആ നിമിഷത്തിൽ പെട്ടെന്ന് അതിശയം സംഭവിച്ചു. ഇരുവരുടെയും ആത്മാക്കൾ വീണ്ടും കൂടുവിട്ട് കൂടുമാറി. അവരുടെ ആത്മാക്കൾ അവരവരുടെ ശരീരത്തിലേക്ക് തന്നെ പ്രവേശിച്ചു. സന്തോഷത്തോടെ അവർ നിന്ന ആ നിമിഷത്തിൽ വോഡിയുടെ കൂട്ടുകാർ ഓടിയെത്തി സെലിബ്രേഷൻ അവനെ പൊക്കിയെടുത്തു പോയിരുന്നു. അതൊക്കെ കണ്ട് നെല്ല് വോഡിക്ക് വേണ്ടി സന്തോഷപ്പെട്ടിരുന്നു. പക്ഷെ പിന്നാലെ ബ്രിയാനെ എത്തി വോഡിയെ ചുംബിക്കുന്ന കണ്ടതും നെല്ലിന് സഹിച്ചില്ല. അവളുടെ ഹൃദയം തകർന്നു പോയിരുന്നു. പിറ്റേന്ന് വോഡി നെല്ലിന്റെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചെന്നു. പക്ഷേ വാതിൽ തുറന്നത് നെല്ലിന്റെ അമ്മയായിരുന്നു. എന്തെങ്കിലും പറയാൻ വോഡിക്ക് പറ്റുന്നതിന് മുമ്പേ വോഡിയെ നെല്ലിന്റെ അമ്മ വീടിന് പുറത്താക്കി. നീ എന്റെ മോളെ കരയിപ്പിച്ചു എന്ന് പറഞ്ഞായിരുന്നു അത്. രാത്രി പ്രോംനേറ്റ് നടക്കുകയാണ്. നെല്ലാകിയ വിഷമാവസ്ഥയിലായിരുന്നു. പ്രോംനേറ്റിന് പോകണോ വേണ്ടയോ? വോഡി തന്നെ ക്ഷണിച്ചതാണല്ലോ, അവന്റെ കൂടെ പോകണോ വേണ്ടയോ? നെല്ലാകെ കൺഫ്യൂഷനിലിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ വോഡിക്കൊപ്പം ആ പ്രോംനേറ്റിൽ പോയി ആസ്വദിക്കണം എന്നവൾക്കുണ്ടായിരുന്നു. തിരിച്ചറിഞ്ഞില്ലെങ്കിലും അതിനോടകം അവൾ വോഡിയുമായി പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ വോഡി തന്നെക്കാളും ബ്രിയാനയായിരിക്കോ പ്രിഫർ ചെയ്യുക എന്നവൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബ്രിയാന തന്നെക്കാൾ സുന്ദരിയാണല്ലോ എന്നൊക്കെ അവൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവളുടെ അച്ഛൻ വരുന്നത്. എന്താ നീ വോഡിക്കൊപ്പം പോവാതിരുന്നത് എന്ന് അച്ഛൻ ചോദിച്ചു. അവൾ കാര്യമായി മറുപടി പറഞ്ഞില്ലെങ്കിലും അവളുടെ കണ്ണുകളിൽ നിന്ന് അച്ഛന് കാര്യങ്ങൾ വായിച്ചെടുക്കാമായിരുന്നു. അവൾ വോഡിയുമായി പ്രണയത്തിലാണ് എന്നും അച്ഛൻ മനസ്സിലാക്കി. നെല്ല് പറഞ്ഞു, ഞാൻ വെറും ഒരു പുസ്തകപ്പുഴുവാണ്, വോഡിക്ക് പറ്റിയ ഒരാളൊന്നുമല്ല. പക്ഷേ അവളുടെ അച്ഛൻ മറുപടി കൊടുത്തു, എപ്പോഴും റോമിയോ തന്നെ ജൂലിയറ്റിനെ പിക്ക് ചെയ്യണമെന്നില്ല. യഥാർത്ഥ പ്രണയമാണെങ്കിൽ ജൂലിയറ്റും റോമിയോക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും ക്യാച്ചപ്പ് ചെയ്യുകയും വേണം. പിന്നാലെ അച്ഛൻ അവൾക്കായി കൊണ്ടുവന്ന പുതിയ ജോഡി ചെരുപ്പുകളും വസ്ത്രവും കൈമാറി. അച്ഛൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടതും സന്തോഷത്തോടെ അച്ഛനെ കെട്ടിപ്പിടിച്ച് അണിഞ്ഞൊരുങ്ങി അവൾ നേരെ പ്രോംനേറ്റിന് പോയി. പ്രോംനേറ്റിൽ ബ്രിയാന വോഡിക്കടുത്ത് താല്പര്യം പ്രകടിപ്പിച്ചു നിൽക്കുമ്പോൾ വോഡി ഒട്ടും ഇൻട്രസ്റ്റഡ് ആയി കാണപ്പെട്ടിരുന്നില്ല. പ്രോംനേറ്റിലെ കിങ് ആൻഡ് ക്യൂനായി വോഡിയെയും ബ്രിയാനയെയും അനൗൺസ് ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു. അവർ അനൗൺസ് ചെയ്യപ്പെട്ടു. പിന്നാലെ ഇരുവരും ഡാൻസ് ചെയ്യാൻ വേണ്ടി വേദി ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് നെല്ല് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി കടന്നു വരികയാണ്. നെല്ലിനെ കണ്ടതും വോഡിക്ക് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. നെല്ലിന്റെ അടുത്തേക്ക് വോഡി നടന്നു ചെന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു മടിയും കൂടാതെ തന്റെ ഫീലിംഗ്സ് വോഡി നെല്ലിനോട് തുറന്നു പറഞ്ഞു. വോഡി തന്നെ പ്രണയം തുറന്നു പറഞ്ഞപ്പോ നെല്ല് അത്രമേൽ സന്തോഷിച്ചിരുന്നു. അന്ന് പാർട്ടി കഴിഞ്ഞ് ഇരുവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീടിന് മുമ്പിലെ പ്രിയപ്പെട്ട മരത്തിന്റെ അടിയിൽ ഇരുവരും ഒന്നിച്ചു നിന്നു, സംസാരിച്ചു. അവർ പരസ്പരം ചുംബിച്ചു. തങ്ങളുടെ മക്കൾ ഒന്നിച്ചാവുന്നത് കണ്ട് ഇരുവരുടെയും പാരന്റ്സ് പുറത്തുനിന്ന് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം മുതൽ നെല്ലും വോഡിയും ഡേറ്റിന് പോവാൻ ആരംഭിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.